കാത്തിരിപ്പിനൊടുവിൽ കൊപ്പം പുലാശ്ശേരി AMLP സ്കൂളിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം ആരംഭിച്ചു. പോലീസ് സ്റ്റേഷൻ നിർമ്മാണത്തിനായി സ്കൂളിനോട് ചേർന്നുള്ള ഭൂമി താഴ്ത്തിയതോടെ ഈ ഭാഗം ഇടിഞ്ഞു വീഴുമെന്ന ആശങ്കയിലായിരുന്നു അധ്യാപകരും രക്ഷിതാക്കളും. സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം ആരംഭിച്ചതോടെ ഇതിനൊരു പരിഹാരമാവുകയാണ്. കൊപ്പം വളാഞ്ചേരി പാതയിലെ പുലാശ്ശേരിയിലാണ് കൊപ്പം പോലീസ് സ്റ്റേഷന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നത്. ദീർഘനാളത്തെ ആവശ്യത്തെ തുടർന്ന് 2025 ഓഗസ്റ്റ് 12-നാണ് നിർമ്മാണോദ്ഘാടനം നടന്നത്. പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുന്ന ഭൂമിയോട് ചേർന്നാണ് പുലാശ്ശേരി AMLP സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഉയർന്ന പ്രദേശത്തിന്റെ ചെരുവിലാണ് സ്കൂൾ കെട്ടിടത്തിനോട് ചേർന്നുള്ള റവന്യൂ വകുപ്പിന്റെ ഭൂമി 8 അടിയോളം താഴ്ത്തിയാണ് പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. ഇത് സ്കൂളിന് മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള സുരക്ഷാ വെല്ലുവിളികൾ ഉയർത്തുമെന്ന് ചൂണ്ടിക്കാട്ടി അധ്യാപകരും രക്ഷിതാക്കളും രംഗത്തെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് താഴ്ചയിലേക്കുള്ള ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാമെന്ന് മുഹമ്മദ് മുഹസിൻ MLA ഉറപ്പു നൽകുകയായിരുന്നു. സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി സ്കൂളിന്റെ ഭാഗത്തു നിന്ന് 1 മീറ്ററോളം സ്ഥലം വിട്ടു നൽകുകയും ചെയ്തു. എന്നാൽ പ്രവർത്തികൾ ഇഴഞ്ഞു നീങ്ങുന്ന സ്ഥിതിയാണ് പിന്നീടുണ്ടായത്. ഇത് അധ്യാപകരിലും രക്ഷിതാക്കളിലും ഒരുപോലെ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. മഴക്കാലം കൂടി എത്തിയതോടെ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള അപകടങ്ങളും LP സ്കൂളിലെ ചെറിയ കുട്ടികളുടെ അശ്രദ്ധ മൂലമുണ്ടാകുന്ന അപകടങ്ങളും ഒരുപോലെ വെല്ലുവിളികൾ ഉയർത്തിയിരുന്നു. സംഭവം നീള 24 ലൈവ് വാർത്ത നൽകിയിരുന്നു. എന്നാൽ 6 മാസത്തോളമായി നീണ്ടുനിന്ന പരാതികൾക്കും ഭീതികൾക്കും ഒടുവിൽ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. പണി ആരംഭിച്ചപ്പോൾ ഏകദേശം 8 മീറ്ററോളം ആഴത്തിൽ താഴ്ത്തിക്കൊണ്ടാണ് ഇതിന്റെ പണി ആരംഭിച്ചത്. ഇത് സ്കൂൾ കെട്ടിടത്തിന് അതുപോലെ തന്നെ സ്കൂൾ കോമ്പൗണ്ടിനൊക്കെ തന്നെ വലിയ ഭീഷണിയായിട്ടാണ് വന്നത്. PTA കൂടുകയും ആളുകളും മറ്റ് രക്ഷിതാക്കളുമൊക്കെ തന്നെ MLA അടക്കമുള്ള മന്ത്രിമാരടക്കമുള്ള ജനപ്രതിനിധികൾക്കും വിദ്യാഭ്യാസ അധികൃതർക്കും കലക്ടർക്കുമൊക്കെ പരാതി കൊടുക്കുകയുണ്ടായി. നമ്മുടെ സ്കൂള് കെട്ടിടം അപകടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്കൂളിന് ഈ കുഴിയെടുത്ത സ്ഥലത്ത് സ്കൂളും കെട്ടിടവും ഈ ഭാഗവും തമ്മിൽ വേർതിരിക്കുന്ന സ്ഥലത്ത് ഒരു സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു തരാം എന്ന് MLA പറയുന്നത്. പക്ഷേ ഈ തീരുമാനം വന്നും ഏകദേശം 6 മാസത്തോളം ഇങ്ങനെ താമസിക്കുകയുണ്ടായി. വലിയ അടിസ്ഥാനത്തിൽ അപ്പോൾ അത് ഭീഷണിയാണ്, കെട്ടിടത്തിന് ഭീഷണിയാണ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെയുള്ള ആളുകളും പത്രമാധ്യമങ്ങളും ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. തുടർന്ന് അധികാരികളുടെ ഭാഗത്ത് വലിയ നിരന്തരമായ സമ്മർദ്ദം നമ്മൾ ചെലുത്തുകയുണ്ടായി. ഇപ്പോൾ ഏകദേശം ആ സംരക്ഷണ ഭിത്തിയുടെ പണി ഏകദേശം പകുതി ആയിരിക്കുകയാണ്. ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണ്, നല്ല സുരക്ഷിതത്വമായ രീതിയിൽ നല്ല രീതിയിൽ ആ മതിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പണി പകുതിയായിട്ടുണ്ട്, വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. ഈ പണി പൂർത്തിയാകുന്നതോട് കൂടിയിട്ട് നമ്മുടെ സ്കൂളിനും ചുറ്റുമതിലും സ്കൂളിനും അതുപോലെ തന്നെ കെട്ടിടങ്ങൾക്കുമൊക്കെയുള്ള ഭീഷണി ഇല്ലാതെയാവുകയാണ്. എന്തായാലും ഈ അവസരത്തിൽ സ്കൂൾ PTA-ക്കും മാനേജ്മെൻറ്റിനും അധ്യാപകർക്കുമൊക്കെ വേണ്ടിയിട്ട് നീള ചാനലിനും ഇത് ഉയർത്തിക്കൊണ്ടുവന്ന് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ എല്ലാ മാധ്യമങ്ങൾക്കും ഞങ്ങളുടെ സ്കൂളിൻ്റെ പേരിലും PTA-യുടെയും അധ്യാപകരുടെയും ഒക്കെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. സ്കൂളിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് ദ്രുതഗതിയിലാണ് സുരക്ഷാ ഭിത്തിയുടെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ആശങ്ക അകന്നതിന്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും. നാളിതുവരെ ഞങ്ങളെ ചേർത്ത് നിർത്തിയതിന് പ്രിയ ഉപഭോക്താക്കൾക്കായി MX നൽകുന്നു എല്ലാ വസ്ത്രങ്ങൾക്കും ഫ്ലാറ്റ് 20% ഓഫ്. ഈ ഓഫർ ജൂൺ 20 മുതൽ ജൂലൈ 20 വരെ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിലുള്ള MX വെഡിംഗ് സെന്ററിൽ.